ഇന്ന് ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് കേളകം ശ്രീ മൂർച്ചൽക്കാട്ട് മഹാദേവി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഫെബ്രുവരി മാസം 13-ാം തീയതി, അതായത് നാളെ മുതൽ തുടങ്ങുകയാണ്. അത് ഫെബ്രുവരി 19 വരെ. തുടക്കം എന്ന് പറയുന്നത് നാളെ രാവിലെ 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് തൃക്കൊടിയേറ്റ് നടക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം കലവറ നിറയ്ക്കൽ ഘോഷയാത്ര, അത് മഞ്ഞളാമ്പുറം ശ്രീ സതീ സദനത്തിൽ നിന്നും കേളകം കരുവള്ളിൽ കുഞ്ഞിക്കണ്ണൻ അവരുടെ വസതിയിൽ നിന്നും പോത്തുംചോല പവിത്രൻ ഗുരുക്കളുടെ കളരിയിൽ നിന്നുമാണ് പുറപ്പെടുന്നത്. ഇത് വൈകുന്നേരം 5 മണിക്കാണ് ഈ സമയം. ഇത് രണ്ടും കേളകത്ത് വന്ന് ഏകോപിപ്പിച്ച് ഒന്നിച്ച് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. രണ്ടാം ദിവസം ഫെബ്രുവരി മാസം 14-ാം തീയതി രാവിലെ മുതൽ ആ ക്ഷേത്ര ചടങ്ങുകളെല്ലാം, നിത്യദാന ചടങ്ങുകളെല്ലാം കൃത്യമായി തന്നെ നടക്കും. അതോടൊപ്പം തന്നെ വൈകുന്നേരം SN വനിതാ സംഘത്തിൻ്റെ വനിതാ സമ്മേളനം, ആ വനിതാ സമ്മേളനത്തിൽ വെച്ച് നമ്മളെ ബഹുമാന്യനായ മുൻ ശബരിമല മേൽശാന്തി ജയരാമൻ നമ്പൂതിരികളാണ് ഇന്ന് നമുക്ക് ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നുണ്ട് അന്ന ദിവസം. അതുപോലെ തന്നെ 13-ാം തീയതി വൈകുന്നേര സമയത്ത് കേളകം മൂർച്ചൽക്കാട്ട് കലാക്ഷേത്രയുടെ വിവിധ കലാപരിപാടികളുണ്ട്. ഈ കലാക്ഷേത്ര എന്ന് പറയുമ്പോൾ സ്വാഭാവികം നമുക്ക് ദേവീക്ഷേത്രമായതുകൊണ്ട് സരസ്വതിയുടെ മുമ്പിൽ കുട്ടികൾ പഠിച്ച് നൃത്തം അഭ്യസിച്ച് ആ നൃത്തത്തിൻ്റെ അരങ്ങേറ്റമടക്കം നടക്കുന്ന ഒരു ചടങ്ങാണ്. അതിൽ ആ പരിപാടി ഗംഭീരമായ രീതിയിൽ തന്നെ അവിടെ നടക്കും. പിന്നെ 3-ാം ദിവസമായ ഫെബ്രുവരി മാസം 15-ാം തീയതി താലപ്പൊലി കുംഭകോട ഘോഷയാത്ര, ഈ മലബാർ മേഖലയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ രീതിയിലുള്ള താലപ്പൊലി ഘോഷയാത്രയാണ്. അത് സ്വാഭാവികമായിട്ട് അത് കൃത്യമായിട്ടുള്ള അടുക്കും ചിട്ടയും ആരുടെയും കൂടുതലായിട്ടുള്ള നിയന്ത്രണങ്ങളില്ലാതെ സ്വമേധയാ വരുന്ന ആളുകൾ തന്നെ, താലപ്പൊലി എടുക്കുന്ന സ്ത്രീകളടക്കമുള്ള ആളുകൾ തന്നെ സ്വന്തം നിയന്ത്രിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിരിക്കുക. അതോടൊപ്പം അതിനുള്ള ടാബ്ലോ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. അത് വാദ്യ മേളങ്ങളുടെ എല്ലാ അകമ്പടിയോടുകൂടി തന്നെ ക്ഷേത്രത്തിൽ വിവിധ മേഖലകളിൽ നിന്ന്, ഒന്ന് മഞ്ഞളാമ്പുറത്തു നിന്നും സതീസദനത്തിൽ നിന്നും, അതുപോലെ ചുങ്കക്കുന്ന് ഒറ്റപ്ലാവ് ഭജനമഠത്തിൽ നിന്ന്, പിന്നെ ITC മേഖലയിൽ നിന്ന്, മൂർച്ചൽക്കാട്ട് ദേവീക്ഷേത്രത്തിന് മേൽഭാഗം ചെങ്ങോ കവലയ്ക്കിൽ നിന്ന്, പിന്നെ ഒന്ന് കേളകത്ത് കരുവള്ളി കുഞ്ഞിക്കണ്ണൻ്റെ അവരുടെ വസതിയിൽ നിന്ന്, ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ച് കേളകം ബസ് സ്റ്റാൻഡിൽ ഒന്നിച്ച് വന്ന് അവിടെ നിന്നാണ് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക. അത് ഏകദേശം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു 8 മണിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം 17-ാം തീയതി ശനിയാഴ്ച. അന്ന് വിവിധ, നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ നടത്തിയിട്ടുള്ള സാംസ്കാരിക സമ്മേളനം, അതിൻ്റെ ഭാഗമായി തന്നെയുള്ള ഒരു സാംസ്കാരിക സമ്മേളനം നടക്കും. ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുള്ളത്. അന്നേ ദിവസം തന്നെ വൈകുന്നേരം നാടകം, ആർഷഭാരതം എന്ന ഒരു ഡ്രാമാസ്കോപ്പ് നാടകം അന്നേ ദിവസം വൈകുന്നേരമുണ്ട്. അത് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും നല്ല രീതിയിലുള്ള ഒരു കലാ ആസ്വാദകരെ ക്ഷണിച്ചുകൊണ്ട് നടത്തുന്നൊരു പരിപാടിയാണ്. അത് നല്ല രീതിയിൽ നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കണം. അതുപോലെ മറ്റൊന്ന് വിട്ടുപോയത്, നമ്മൾ ഈ താലപ്പൊലി കുംഭകോട ഘോഷയാത്രയുടെ അന്ന് തന്നെ ഒരു ഭക്തി ഗാനസുധ, നമ്മൾ അറിയാം, ഒരു ബിന്ദു സുരേഷ് എന്ന ടീച്ചർ കല്യാണി സ്കൂൾ ഓഫ് അവരുടെ ഇതായിട്ട് ഇവിടെ നടത്തപ്പെടുന്നത്. അതും ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുകയും അവരെ നല്ല നിലയിലേക്ക് കണ്ടെത്തിയ ഒരു ഭക്തി ഗാനസുധ, അവരുടെ ശിഷ്യഗണങ്ങളെല്ലാം കൂടി ഒന്നിച്ച് നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ്. അതും നല്ല രീതിയിൽ അവിടെ നടക്കും. പിന്നെ ഇതിനുശേഷം നമുക്ക് അടുത്ത ദിവസം 6-ാം ദിവസം വരുന്നത് ഫെബ്രുവരി മാസം 18-ാം തീയതി ഞായറാഴ്ച. അന്ന് പ്രതിഷ്ഠാദിന വാർഷികം, അതായത് നമുക്ക് ഈ ക്ഷേത്രം നവീകരണ കുറച്ച് നടന്ന് പ്രതിഷ്ഠ നടന്ന ദിവസമാണ്. പ്രതിഷ്ഠാദിനം പ്രധാനപ്പെട്ട ദിവസം എന്നാണ്. അന്ന് ഈ പൂമൂടൽ ചടങ്ങ്, അതായത് ദേവിയെ, ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിലെ ദേവിയെ പൂ കൊണ്ട് മൂടി കൃത്യമായിട്ട് ആ ഒരു കിടക്കുന്ന ഭാവത്തിൽ, അതിന് യഥാർത്ഥ രൂപത്തിൽ ആക്കി പൂവുണ്ട്, അത് പുഷ്പങ്ങളുണ്ട്, ധാരാളം പുഷ്പങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ അവിടെ നടക്കും. അന്നത്തെ ദിവസം തന്നെ പ്രതിഷ്ഠാദിന വാർഷികം. അന്ന് ഈ പറഞ്ഞ എല്ലാ ദിവസങ്ങളിലും തന്നെ അന്നദാനം,
അതുപോലെ ഈ പ്രതിഷ്ഠാദിന ദിവസം പ്രത്യേകിച്ച് സദ്യ അടക്കം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പരമാവധി ആളുകളുടെ സഹകരണം നമുക്കതിനകത്ത് കൂടുതലായിട്ട് കിട്ടാറുണ്ട്. പിന്നെ ഒന്ന് വരുന്നത് തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്നത് നമ്മൾ ആറാട്ട്, ബാവേലി പുഴയിൽ ഒരു ആറാട്ട് കടവ് നമുക്കറിയാം, മുൻകാലങ്ങളിലെല്ലാം ഉള്ളതുപോലെ ആറാട്ട് കടവിനെ സജ്ജമാക്കിക്കൊണ്ട് അവിടെ ദേവിയെ ഇവിടുന്ന് നമ്മൾ ആനയിച്ച് അവിടെ കൊണ്ടുപോയി അവിടുന്ന് ദേവി ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം പറയാറുണ്ട്, നമ്മൾ പുഴയ്ക്ക് പോയി കുളിച്ച് വരിക എന്ന് പറഞ്ഞാൽ ശുദ്ധിയായി വരിക എന്നൊരു ഘടകമുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ദേവിയെ കൊണ്ട് പുഴയിൽ കൊണ്ട് അവിടുന്ന് കുളിപ്പിച്ച് അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പൂജാതി കർമ്മങ്ങളെല്ലാം പുഴയിൽ വെച്ച് നടക്കും. അതിനുശേഷം എല്ലാ ആളുകളുടെയും ഒത്തൊരുമയോട് കൂടിയിട്ട് തിരിച്ച് ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. അന്ന് വൈകുന്നേരം വലിയ ഗുരുതി എന്നൊരു ചടങ്ങുണ്ട്. അതായത് ഹിന്ദു പുരാണത്തിൽ പറയുന്നത് വലിയ ഗുരുതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരി ചിട്ടയായ രീതിയിൽ നടക്കുമ്പോൾ അതൊരത്ര നിഷ്ഠയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ഈ കർമ്മങ്ങൾ നടത്തുന്നതെല്ലാം ക്ഷേത്രം തന്ത്രി ശിവതന്ത്രികളും അതുപോലെ പ്രിയപ്പെട്ട ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി ശർമ്മശാന്തികൾ കൂടിയിട്ടാണ് ഇതിനെല്ലാം കാർമ്മികത്വം മേൽനോട്ടം വഹിക്കുന്നത്. അതിനുശേഷം വന്ന് വൈകുന്നേരം ഈ ചടങ്ങുകളെല്ലാം തീരും. പിന്നെ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസം 26-ാം തീയതി നമ്മൾ മുൻകാലങ്ങൾ നടത്താറുള്ള പൊങ്കാല മഹോത്സവം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കേളകം മൂർച്ചക്കാട് മഹാദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടത്താറുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ വന്ന് സ്വന്തമായി അവിടെ പൊങ്കാല സമർപ്പണം നടത്തി, അതായത് അവർ സ്വന്തമായിട്ട് തന്നെ നിവേദ്യം സമർപ്പിച്ച് ദേവിക്ക് സമർപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും അത് ദേവിക്ക് സമർപ്പിക്കുന്ന രീതിയിലുള്ള ചടങ്ങാണ് നടത്തുക. അപ്പോൾ അന്നേ ദിവസം പരമാവധി നാട്ടിലുള്ള മുഴുവൻ ആളുകളെല്ലാം തന്നെ അവിടെ പങ്കെടുക്കാറുണ്ട്. എല്ലാവരും വന്ന് ആ നിവേദ്യം കഴിച്ച് അവിടുന്ന് പോകാറുണ്ട്. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറയാനുള്ളത്. പ്രത്യേകിച്ച് ക്ഷേത്ര ചടങ്ങുകൾ കാര്യങ്ങളെല്ലാം ശാന്തി തന്നെ സംസാരിക്കും. ദേശവാസികൾക്കും ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ശ്രീ മൂർച്ചലക്കാട്ടമ്മയുടെ എല്ലാവിധ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാ വർഷവും നമ്മൾ ആചരിക്കുന്ന പോലെ അതിഗംഭീരമായിട്ട് ഈ വർഷം ഒന്നും കൂടി ഇത്തിരി പ്രൗഢിപരമായിട്ടുള്ള ആചരണങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം പഞ്ചലോഹ പ്രതിഷ്ഠ കഴിഞ്ഞ് പഞ്ചലോഹത്തിൻ്റെ കൊടിമര പ്രതിഷ്ഠ കഴിഞ്ഞ് ആചരണങ്ങൾക്കൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നൊരു കാലയളവാണ്. ആദ്യകാലങ്ങളിൽ നമുക്ക് നടയടപ്പുണ്ട്. ഇപ്പോൾ ആ നടയടപ്പ് ഒരു മഹാക്ഷേത്ര രൂപത്തിലായതിനു ശേഷം നടയടപ്പില്ല. ആചരണം മാത്രമായിട്ട് നട തുറന്ന് പൂജാതി കാര്യങ്ങൾ ചെയ്ത് ആ 7-ാമത്തെ ദിവസം പൊങ്കാലക്ക് ഒരു മാറ്റമില്ല. ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ SNDP പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ വിപുലീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ദിവസം തന്നെ ഇവിടെ സർപ്പബലിയാണ്. അപ്പോൾ ഒരു 13-ാം തീയതി ആ ശുഭമുഹൂർത്തം 10-നും 11-നുള്ള ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ ശിവതന്ത്രികൾ കരിമത്ര വിജയേട്ടൻ്റെ പ്രധാന ശിഷ്യനാണ്. വിജയേട്ടനാണ് ശരിക്കും താന്ത്രികം. കരിമത്ര വിജയേട്ടൻ്റെ പ്രധാന ശിഷ്യനായ ശിവതന്ത്രികളാണ് ഈ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത്. ഇന്ന് വൈകിട്ട്, അതായത് 12-ാം തീയതി വൈകിട്ട് ശുദ്ധിക്രിയോടുകൂടി നാളത്തെ പുനരുദ്ധാരണ കർമ്മങ്ങളെല്ലാം ഭംഗിയായിട്ട് അദ്ദേഹം വന്ന് നിർവഹിക്കുന്ന, അദ്ദേഹം പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്താനായിട്ടുണ്ട്. അപ്പോൾ ഈ 13-ാം തീയതി വൈകിട്ട് ശ്രേഷ്ഠമായ ഈ നാഗങ്ങളുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു കൺകണ്ട ദൈവമായിട്ടാണ് നമ്മൾ കാണുക. ശിവഭഗവാൻ, വിഷ്ണു ഭഗവാൻ, ഭഗവതി എന്നൊക്കെ പറയുന്ന നമ്മൾ ഒരു രേഖാചിത്രങ്ങളും പൈതൃകമായിട്ട് ഉപദേശിച്ചു പോന്നിരിക്കുന്ന ആചരണങ്ങൾ മാത്രമാണ്. പക്ഷേ നാഗങ്ങളതല്ല, നമ്മൾ കൺമുന്നിൽ കാണുന്നൊരു ദേവതയാണ്. ആ ദേവതയ്ക്ക് ഏറ്റവും പ്രധാനമാണ് സർപ്പബലി. ആ സർപ്പബലി നാളെ വൈകിട്ട് 7 മണിയോടുകൂടി തന്ത്രിയുടെ കെയറോപ്പിൽ വിപുലമായിട്ടുള്ളൊരു പൂജ, അതിഗംഭീരമായിട്ടുള്ളത് സർപ്പബലി നടത്തുന്നതിന് വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ്. അതെല്ലാ ഭക്തജനങ്ങളും സന്താന സൗഭാഗ്യത്തിനും സർവ്വ ഐശ്വര്യത്തിനും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കൊക്കെ ഒരു മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്നൊരു പൂജയാണ്. എല്ലാ ഭക്തജനങ്ങളും അതിനകത്ത്
വന്ന് പങ്കുകൊള്ളണം. ആ നാഗങ്ങൾക്ക് ശ്രേഷ്ഠമായിട്ടുള്ള പുള്ളുവൻ പാട്ട് വളരെ ശ്രേഷ്ഠമാണ്. പുള്ളുവൻ പാട്ടെന്ന് വെച്ചാൽ നാഗദേവതകളെ അത്യുഗ്ര പ്രൗഢികൾക്ക് കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് പുള്ളുവൻ പാട്ട്. അതും നമ്മളുടെ ഈ ചടങ്ങോടുകൂടി തന്നെ ആചരിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെ ഭംഗിയായിട്ട് പോകുന്നു. അവസാന ദിവസം 19-ാം തീയതി വൈകിട്ട് ഈ പ്രാവശ്യം നമ്മൾ ഗുരുതി അതിഗംഭീരമായിട്ട് ഇപ്പോൾ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മാറ്റത്തോടുകൂടി ഗുരുതി ചെയ്യുന്നത്. ഇപ്പോൾ ദേശഗുരുതി എന്ന സാങ്കല്പികത്തോടു കൂടി നമ്മൾ തന്ത്രിയുടെ അനുഭാവത്തോടു കൂടിയും തന്ത്രി തന്നെ ചെയ്യുന്ന ഒരു ക്രിയയാണ്. അത് അതിഗംഭീരമായിട്ടുള്ള ഫലം കിട്ടുന്ന ഒരു പൂജയാണ്. എല്ലാ നല്ലവരായ ഭക്തജനങ്ങളും ഈ മഹൽ കർമ്മങ്ങളിൽ, ഈ ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മങ്ങളിൽ എല്ലാവരും വളരെ ശുദ്ധിയോടുകൂടിയും ഭക്തിയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും അന്നദാനാദി കാര്യങ്ങളിലെല്ലാം സഹകരിച്ച് ഭംഗിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുകയും ഈ കൊടിയിറങ്ങി 7-ാമത്തെ ദിവസം അത്യുത്തമമായ ഭഗവതിയുടെ ആ ഒരു ഭോജനം എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. നമ്മളുടെ എന്നും നമ്മൾ ആ ഒരു പൊങ്കാല സമർപ്പണം എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠം. സ്ത്രീകൾക്ക് അത്യുത്തമമായ ഒരു വഴിപാടാണ്. സ്ത്രീകൾക്കാണ് അതിനകത്ത് പ്രാധാന്യം കൂടുതൽ നൽകുന്നത്. അത് വെള്ളനേദ്യമാണെങ്കിൽ ശാന്തത, ശർക്കര നേദ്യമാണെങ്കിൽ നമ്മളുടെ ഉത്തിഷ്ഠകാരിലാത്തി, അങ്ങനെ ഓരോ നേദ്യങ്ങൾക്കും ഓരോ ഫലങ്ങളുണ്ട്. വളരെ പുണ്യമായ ഈ മഹൽ കർമ്മങ്ങളിൽ എല്ലാ ഭക്തജനങ്ങളും വിനീതമായിട്ട് പങ്കുകൊള്ളണമെന്ന് ഭക്തിയാദരപൂർവ്വം അറിയിച്ചു. നന്ദി, നമസ്കാരം.